Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ പേരാണ് കാലിയാഡോൺ. നിങ്ങൾ എന്റെ മകളുടെ കല്യാണത്തിന് പോവുകയാണല്ലോ. ഇങ്ങനെ ഷോക അടിച്ചാണോ പോകുന്നേ? എടോ പാട്ട് പാട്, ഡാൻസ് കളിക്കേ. ഇങ്ങനെ ഷോക അടിച്ച് കല്യാണത്തിന് പോവുകയാണെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളയും. ആദ്യം തന്നെ കല്യാണ ചെറുക്കനെ. എടാ ജിമ്മ, നീ കേട്ടോ, വഴി മുഴുവൻ ഇവന്മാര് ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കാത്തവനെ അങ്ങ് പറത്തിയേക്ക്. ഇന്ന് ലോകം അറിയണം കാലിയാഡോന്റെ വീട്ടിൽ കല്യാണം നടക്കുകയാണെന്ന്. കാലിയ ചേട്ടാ, നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഇവന്മാരെ എല്ലാം ഇന്ന് മുഴുവൻ ഡാൻസ് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജിമ്മൻ ചേട്ടാ, ഈ കാലിയാഡോൺ ഞങ്ങളെല്ലാരെയും ഭീഷണിപ്പെടുത്തിയാണ് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്, അറിയാമോ? ഇപ്പൊ നിങ്ങൾ തന്നെ പറ, ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ ഡാൻസ് കളിക്കും? ദേ ഇങ്ങനെ കളിക്കും. എന്റെ പത്ലു, വരൂ നമുക്ക് ഡാൻസ് കളിക്കാം. കേൾക്കുന്നില്ലേ എന്ത് നല്ല മ്യൂസിക് ആണെന്ന്? എന്റെ മോട്ടോ വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാ പോയി ഡാൻസ് കളിക്കാൻ പോകുന്നേ? ആരുടെ കല്യാണം എന്ന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ ഡാൻസ് കളിക്കുന്നത്? നീ ഇങ്ങോട്ട് വാ. എന്റെ പത്ലു, എന്റെ കാലതിന് നിന്നിട്ട് വേണ്ടേ? ഞാൻ എന്താ ചെയ്യാനാ? നീയും വാ പത്ലു, ഇതുപോലെ ഒരു മ്യൂസിക് എനിക്ക് കേട്ടൊന്നും വരൂല്ലോ. ഇല്ല, ഞാൻ ഡാൻസ് കളിക്കില്ല. ഡാൻസ് കളിക്കുന്നോ അതോ ഇല്ലയോ? ഇവനെന്തിനാ നിർബന്ധിച്ച് കളിപ്പിക്കുന്നേ? ഇന്ന് നിങ്ങളെ രണ്ടേ ഞാൻ വെറുതെ വിടൂല. മോട്ടോ ഓടിക്കോ. ബോസ്, കുതിര ഓടിപ്പോയി. കല്യാണ ചെക്കനും അതിന്റെ പുറകെ പോയി. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഒരു കുതിരയെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്തവൻ എന്റെ മോളെ എങ്ങനെ നോക്കുമെന്നാ? കല്യാണം ക്യാൻസൽ. കല്യാണം ക്യാൻസൽ. എവിടെ പോയി ആ മഹാന്മാരായ രണ്ട് മനുഷ്യന്മാര്? അവരാണ് ഈ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. വരൂ, അവരെ അന്വേഷിക്കാം. ഞാൻ ഇന്ന് അവർക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് അവരുടെ കാല് പിടിച്ച് നന്ദി പറയും. ആ കള്ളനെ പിടിക്കൂ. പിടിക്കൂ 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 പിടിക്കൂ. നിങ്ങൾ എന്താ എന്നെ പിടിക്കുന്നത്? ആ കള്ളനല്ലേ പിടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടാളും കാരണം കള്ളൻ രക്ഷപ്പെട്ടു പോയി. പിടിക്കൂ പിടിക്കൂ. മോട്ടോ, ദേ അത് കണ്ടോ, ആ കല്യാണത്തിലെ ആൾക്കാരെ നമ്മളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കയ്യിലെങ്ങാനും നമ്മളെ പെട്ട നമ്മുടെ കഥ കഴിയും. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. നീയൊക്കെ ആരാടാ? എന്റെ കാറ് മോഷ്ടിക്കാൻ വന്നതാണോ? ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ബോക്സർ ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. ഞങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ലേ. ഓഹോ, അപ്പൊ നീയൊക്കെ ആരാ? കള്ളനല്ലേ പിന്നെ കൊള്ളക്കാരോ? അന്വേഷിക്കവരെ, എല്ലാ ദിശയിലും അന്വേഷിക്കണം. ചേട്ടാ, ഇപ്പൊ ഞങ്ങൾക്കത് പറയാൻ പറ്റൂല. പക്ഷെ ഞങ്ങള് വിശ്വസിക്ക്, ഞങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. എന്താ നീയൊക്കെ എന്നെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കുവാണോ? എന്നെ കൺഫ്യൂഷൻ അടിച്ചാൽ എനിക്ക് പിന്നെ ദേഷ്യം വരും. ഇവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നിങ്ങൾക്ക് ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരാ. പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താടാ, എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ശരി, എന്നാ ഞാൻ നിങ്ങളെ വിട്ടയക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
Stop in the name of law. വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. എടോ വണ്ടി നിർത്താൻ. ഇൻസ്പെക്ടറെ, നിങ്ങൾക്ക് നോക്കി കണ്ടുമൊക്കെ വണ്ടി ഓടിച്ചുകൂടെ? എന്റെ അമ്മോ, ഈ മത്തക കാരണം അതൊക്കെ സംഭവിച്ചത്. ഇത് എന്റെ തലയിൽ എങ്ങനെ വന്ന് വീണു? എന്താണോ തന്റെ കടയിലെ കസേര എന്റെ മേലെ വന്ന് വീഴുന്നത്? ഇതിന്റെ എല്ലാം കാരണക്കാർ ഈ രണ്ടുപേരാണ്, അല്ലാതെ ഞാനല്ല. അവരിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, പിടിക്ക് എന്നിട്ട് തല്ല്. എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ദാ ഇപ്പൊ ഒന്നുകൂടി കൊടുക്കാം. ഈ വിഗ് വെച്ചത് കൊണ്ട് നമുക്ക് ഇത്രയും അടി കിട്ടുന്നത്. ഈ വിഗ് എടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞാ എല്ലാം ശരിയാവും. അല്ല, ഇവന്മാര് നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് യുവമാര് നമ്മളെ മോളിലേക്ക് പറഞ്ഞു വിട്ടിട്ടേ നിർത്തുള്ളൂ എന്നാ. വരൂ, നമുക്ക് അവരോട് ചെന്ന് സോറി പറഞ്ഞിട്ട് ഈ പ്രശ്നം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വേണ്ട വേണ്ട, അയാള് ഭയങ്കര ദേഷ്യക്കാരനാ. ഞാൻ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞപ്പോ റിവോൾവർ കാണിച്ചവനാ. മോട്ടു ആലോചിക്കേ. നമ്മള് കാരണം ആ കല്യാണ ചെറുക്കനെ കുതിര വലിച്ചോണ്ട് പോയിരിക്കുക. ആ കാര്യങ്ങാനും ഇവന്മാരറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആഹാ, നിങ്ങൾ രണ്ടുപേരും എത്തിയോ? വാ, ഇങ്ങോട്ട് കയറിയിരിക്കാം. നിങ്ങൾ സ്റ്റേജിലല്ലേ ഇരിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ അടുത്ത് മിസ്റ്റർ മുംബൈയും സുംബയും എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് വരെ ഇവരുടെ വേൾഡ് റെക്കോർഡ് ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. മിസ്റ്റർ മുംബ, 2 വാക്ക് സംസാരിക്കാമോ? 2 വാക്ക്. ഇദ്ദേഹം നല്ലൊരു കൊമേഡിയും കൂടിയാണ്. മിസ്റ്റർ സുംബ അതിന് പിന്നിലാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവര് സംസാരത്തിനേക്കാൾ കൂടുതൽ പ്രവൃത്തിക്കാണ് പ്രാധാന്യം നൽകുന്നത്. മിസ്റ്റർ മുംബ സുംബ, നിങ്ങളുടെ റെക്കോർഡ് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് തകർക്കാൻ പോകുന്നത്. ഈ റെക്കോർഡ് തകർത്താൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നതായിരിക്കും. മോട്ടു, എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസാന്നാ. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എനിക്കറിയില്ല അവൻ എന്ത് റെക്കോർഡിന്റെ കാര്യം പറയുന്നേന്ന്. പത്തിലോ, നീ ഒന്ന് പേടിക്കാതിരിക്കേ. 1 ലക്ഷം രൂപയാ കിട്ടാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. സർ, മിസ്റ്റർ മുംബ ഓർ സുംബ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ 2 പ്ലേറ്റ് പച്ചമുളക് കഴിച്ചു തീർക്കുവാണെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് നിങ്ങൾ തന്നെ തകർക്കുന്നതായിരിക്കും. ഇത്രയും മുളകൊക്കെ ഒരു മനുഷ്യന് തിന്നാൻ കഴിയുമോ? എനിക്ക് വിശ്വാസമാകുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. നോക്ക്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അമ്മോ, ഇവര് രണ്ടുപേരും ഇത്ര വലിയ ആൾക്കാരാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സോറി സർ, വെരി സോറി. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. ഞാനും നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ റെക്കോർഡ്. എന്റെ ആശംസകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഇപ്പൊ ഈ റെക്കോർഡ് നമ്മൾ മുറിച്ചില്ലെങ്കിൽ ബോക്സർ നമ്മുടെ എല്ലാം മുറിച്ചു കളയും. മിസ്റ്റർ സുംബ, നിങ്ങൾ എന്തോ പറഞ്ഞില്ല, തെറ്റിദ്ധരിച്ചെന്നോ മറ്റോ? എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഞങ്ങള് പറഞ്ഞത് ഇത്രയല്ല, ഇതിനേക്കാളും മുളക് കഴിക്കുമെന്നാ. കൊള്ളാലോ, ഒരു തകർന്നു തോന്നേ. അഭിനന്ദനങ്ങൾ മുംബ സുംബ. ഹലോ സാർ, നിക്ക്. എന്റെ പത്തിലോ ഓടിക്കോ. ഇനി എനിക്ക് പച്ചമുളക് തിന്നാൻ വയ്യേ. എന്റെ മോട്ടു, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, നീയാണ് അവിടെ ഇരിക്കുന്നത്. എന്റെ
അമ്മോ മിസ്റ്റർ മുംബ സുംബ സ്റ്റോപ്പ് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ആ ഓർഗനൈസർ നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. വണ്ടി നിർത്തൂ. ഹലോ സാർ, അവിടെ നിൽക്കേ, എല്ലാരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഒരു വിഗ്ഗുകാരനെ ഞങ്ങൾ ഇത്രയും തല്ല് മേടിക്കണോ? ഇന്ന പിടിച്ചോ, തല്ലണ്ടവരൊക്കെ തല്ലിട്ട് പുറകെ പോയി നിൽക്കേ. അടിച്ചോളൂ, എത്ര വേണമെങ്കിലും അടിച്ചോളൂ. പക്ഷെ കുതിരയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ അറിയാതെ പറ്റിപ്പോയതാ. എന്റെ അമ്മോ, ഇത് നമ്മുടെ മോട്ടു പത്രു അല്ലേ? എന്തൊക്കെ ഇവിടെ ഈ സംഭവിക്കുന്നത്? ഇതാ വലിയ മനുഷ്യന്മാരല്ലേ, മുകളിലുള്ളവന്റെ ദൂതന്മാര്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ എന്റെ മകനെ രക്ഷിച്ചിരിക്കുന്നു. കാലിയ ഡോൺ നിർബന്ധിച്ച് ഗുണ്ടായിസം ഇറക്കി അവന്റെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു. പക്ഷെ കുതിര ഓടിപ്പോയത് അവരെ അശുഭമായിട്ടാണ് കണ്ടത്. അവര് പറയവാ, ചെറുക്കൻ ഒരു കുതിരയെ പോലെ നോക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ മോളെ എങ്ങനെ നോക്കുമെന്ന്. അങ്ങനെ കല്യാണം വേണ്ടാന്ന് വെച്ചു. അപ്പ തൊട്ട് ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിച്ച് നന്ദി പറയാൻ അന്വേഷിക്കുകയാണ്. ഇന്നാ പിടിച്ചോ ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ്. അപ്പൊ നിങ്ങൾ മുമ്പേ സുമ്പേ അല്ലായിരുന്നോ? പക്ഷെ അവരുടെ വേൾഡ് റെക്കോർഡാ നിങ്ങൾ തകർത്തത്. ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം, 1,00,000 രൂപയുണ്ട്. ഇതിനാണ് പറയുന്നത് കിട്ടാനുള്ളത് എവിടെ പോയാലും കിട്ടുമെന്ന്. വന്നേ പത്ലു വന്നേ, നല്ല ചൂട് ചായ. Watch India's largest kids library only on Jio Hotstar. Download the app now.